ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ വെള്ള റോസ് വിരിഞ്ഞു കേട്ടോ. കഴിഞ്ഞ ഷോർട്സ് കണ്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാവേ, അതിൽ ഞാൻ ഇതിൻ്റെ മൊട്ടിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാനുണ്ടേ, വൈബോയ്ക്ക് 250 സബ്ബായി കേട്ടോ. ഭയങ്കര സന്തോഷം. ആ സന്തോഷം ഞാൻ നിങ്ങളായിട്ടല്ലേ ഷെയർ ചെയ്യേണ്ടത്. പിന്നെ പോപ്പിയിലൊക്കെ ഒത്തിരി പൂക്കളായിട്ടോ. ഇനിയിപ്പോൾ കുറേ പോപ്പികളിൽ പൂവിടാനുണ്ട്. അതും ഏകദേശമൊക്കെ പൂവിടാനായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മുമ്പത്തെ പോലെ വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും ടൈം കിട്ടുന്നില്ല. എന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഓരോ ഷോർട്സുകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. ഈ പോപ്പി ഒത്തിരി പൂക്കൾ തന്നു കേട്ടോ. ഇത് ചാനലിൽ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടേ ഇടുന്ന. നിങ്ങൾക്കറിയാം എത്രത്തോളം ആ പോപ്പി എനിക്ക് പൂ തന്നിട്ടുണ്ട് എന്നുള്ളത്. കോസ്മോസിൽ ഇനി ഈ പൂ കഴിഞ്ഞിട്ട് ഒരു പൂവും കൂടി ഇടാൻ ചാൻസ് ഉണ്ട്. അതിലൊരു മൊട്ടും കൂടി കാണുന്നുണ്ട്. അത് രാവിലെ എണീറ്റ് ഈ ചെടികളുടെ അടുത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. മനസ്സിന് തന്നെ നല്ലൊരു കുളിർമയാണ്. ഈ പൂക്കളൊക്കെ ഒറ്റ കമ്പിലാണ് നിൽക്കുന്നത് എങ്കിൽ ആ പൂവിനെ കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവില്ല. ഈ പൂക്കൾക്ക് ഭംഗി കൊടുക്കുന്നത് ആ കമ്പിൻ്റെ ഇലകൾ മാത്രമാണ്. ആ പച്ച ഇലകൾക്കിടയിൽ പൂക്കൾ കാണുമ്പോഴാണ് ആ പൂക്കൾ ഒരു ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നത്. കാശിത്തുമ്പയിൽ ഇനിയും മൊട്ടുകൾ ഇടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇനിയും ഒത്തിരി പൂക്കൾ പ്രതീക്ഷിക്കാം നമുക്ക്. ഈ റോസ് എല്ലാ വീഡിയോസിലും കാണിച്ചപ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരുന്നുണ്ടാവും. പക്ഷെ എന്താ ചെയ്യാനാ, ആ റോസിൻ്റെ ഭംഗി കാരണമാണ് ഞാൻ ഈ വീഡിയോയിലൊക്കെ ഇത് ആഡാക്കുന്നത്. ഞാൻ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞതിന് മുമ്പേ സ്റ്റോപ്പ് ചെയ്തിട്ടോ ആ റോസ്. പിന്നെ ഈ ഒരു ബേഡ്സത്തിൽ ഒത്തിരി ഫ്ലവേഴ്സാണ് നിൽക്കുന്നത്. അത് ഒറ്റ കമ്പിലായതുകൊണ്ട് തന്നെ അത് ഈ ഫ്ലവേഴ്സിനെയും മൊട്ടിനെയും താങ്ങാൻ ഈ ഒരു കമ്പിന് കഴിയുന്നില്ല എന്ന് എനിക്കിങ്ങനെ തോന്നുന്നുണ്ട്. കാരണം അതിങ്ങനെ ഒരു ബാലൻസ് ഇല്ലാത്തൊരു രീതിയിലായിട്ടുണ്ട്. അത് ഞാൻ ആദ്യം തന്നെ താഴെ കട്ട് ചെയ്ത് ഒഴിവാക്കിയില്ല. എന്നാൽ കട്ട് ചെയ്ത് ഒഴിവാക്കിക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ കാശിത്തുമ്പയിൽ ഞാൻ ലാസ്റ്റ് ഫ്ലവറാണ് ലാസ്റ്റ് എന്ന് പറയും. പക്ഷെ അതിങ്ങനെ മൊട്ടിട്ടോണ്ടും പൂവിട്ടോണ്ടും അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നെ ആ കോഴി ശരിക്കും പറഞ്ഞാൽ സംസാരിക്കാൻ സമ്മതിക്കൂല. ഇങ്ങനെ കൂവിക്കൊണ്ടേയിരിക്കും. കൂവി തോൽപ്പിക്കണമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാല്ലേ. ആകെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയാൻ മറക്കുകയേ ചെയ്യരുതേ. ഓക്കെ, ബൈ.